Good morning students. Welcome to our EVS class. Today we are going to study Standard 2 EVS and the remaining part of Chapter 5, Safety Rules on the Road. Okay. Safety rules on the road and next is first aid. Okay. The previous class we are already studying about the safety rules at home and safety rules while playing. And next is safety rules on the road. Let us learn them. Safety rules on the road. Always walk on the footpath. അതായത് നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ എപ്പോഴും ഫുട്പാത്തിൽ കൂടെ വേണം നടക്കാനായിട്ട്. ഓക്കെ. If there is no footpath, walk on the side of the road where you can see the vehicles coming towards you. അതായത് എപ്പോഴും നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോഴത്തേക്കിന് ഫുട്പാത്തിൽ കൂടെ വേണം നടക്കാനായിട്ട്. ഫുട്പാത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഫുട്പാത്ത്. ഇഫ് ദർ ഈസ് നോ ഫുട്പാത്ത്, വാക്ക് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ്. ഫുട്പാത്ത് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റോഡിൻ്റെ സൈഡ് ചേർന്ന് വേണം നടക്കാനായിട്ട്. ഓക്കെ. സോ ഓൾവേസ് വാക്ക് ഓൺ ദ ഫുട്പാത്ത്. ഇഫ് ദർ ഈസ് നോ ഫുട്പാത്ത്, walk on the side of the road. Okay. And hold an elder's hand when you are crossing the road. അതായത് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരിക്കലും ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യരുത്. കാരണം നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴെപ്പോഴും നമ്മുടെ എൽഡേഴ്സിൻ്റെ കൂടെ വേണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ഹോൾഡ് ആൻ എൽഡേഴ്സ് ഹാൻഡ് when you are crossing the road. Look to the right, then left and then again right before crossing. അതായത് റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കണം, അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കണം, പിന്നെ ഒന്നുകൂടെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കിയ ശേഷമേ റോഡ് ക്രോസ് ചെയ്യാവുള്ളൂ. ഓൾവേസ് ക്രോസ് ദ റോഡ് അറ്റ് സീബ്ര ക്രോസിംഗ്. നിങ്ങൾ സീബ്ര ക്രോസിംഗ് കണ്ടിട്ടുണ്ടോ? റോഡിലൊക്കെ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് കണ്ടിട്ടുണ്ടോ? ഇതിനാണ് നമ്മൾ സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത്. സോ ഓൾവേസ് ക്രോസ് ദ റോഡ് അറ്റ് സീബ്ര ക്രോസിംഗ്. നമ്മൾ സീബ്ര ക്രോസിങ്ങിൽ കൂടെ വേണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ഹോൾഡ് ആൻ എൽഡേഴ്സ് ഹാൻഡ് വെൻ യു ആർ ക്രോസിംഗ് ദ റോഡ്. ലുക്ക് ടു ദ റൈറ്റ്, ദെൻ ലെഫ്റ്റ് ആൻഡ് ദെൻ അഗെയിൻ റൈറ്റ് ബിഫോർ ക്രോസിംഗ്. Always cross the road at zebra crossing. Next is learn your house address and phone numbers of your parents so that if you get lost you can get help in reaching your house. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഹൗസ് അഡ്രസ്സ് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ ഫോൺ നമ്പരും നമ്മൾ പഠിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പേരൻസിനെ നമുക്ക് അവിടെ വെച്ച് മിസ്സാവുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നമ്പരും നമ്മുടെ വീട്ടിലെ അഡ്രസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. സോ ലേൺ യുവർ ഹൗസ് അഡ്രസ് ആൻഡ് ഫോൺ നമ്പേഴ്സ് ഓഫ് യുവർ പേരൻസ്. ഓക്കെ. നെക്സ്റ്റ്, ഡു നോട്ട് പുട്ട് യുവർ ഹെഡ് ഓർ ആംസ് ഔട്ട് ഓഫ് ദ വിൻഡോ ഓഫ് എ മൂവിങ് വെഹിക്കിൾ. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വാഹനത്തിൽ നിന്നും നമ്മൾ കൈയും തലയും പുറത്തേക്കിടരുത്. ഓക്കെ. വെൻ ട്രാവലിംഗ് ഇൻ യുവർ സ്കൂൾ ബസ്, ഡു നോട്ട് ഗെറ്റ് ഡൗൺ ഫ്രം ദ ബസ് അൺലെസ് ഇറ്റ് ഹാസ് കം ടു എ സ്റ്റോപ്പ്. അതായത് വണ്ടി നിർത്തുന്നതിന് മുൻപേ നമ്മൾ അതിൽ നിന്ന് ചാടി ഇറങ്ങാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ ചിലരുണ്ട് വണ്ടി എടുത്തു കഴിയുമ്പോഴത്തേനും ഓടി വന്ന് കയറും, അല്ലേ? അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഡു നോട്ട് പുഷ് അതേഴ്സ് വെൻ ഗെറ്റിംഗ് ഇൻ ടു ദ ബസ്. അതായത്
നമ്മൾ മറ്റുള്ളവരെ ബസ്സിൽ കയറാൻ നിൽക്കുമ്പോഴോ അല്ലെ ബസ്സിൽ വെച്ചോ ഒന്നും തള്ളരുത്. ഫോം എ ലൈൻ ആൻഡ് ബോർഡ് ദ ബസ് ഇൻ ആൻ ഓർഡർലി മാനർ. അതായത് നമ്മളൊരു ലൈൻ ഉണ്ടാക്കണം, അല്ലെ ക്യൂ ആയിട്ട് നിന്ന് വേണം ബസ്സിൽ കയറാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫസ്റ്റ് എയ്ഡ്. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മൾ സേഫ്റ്റി റൂൾസ് എല്ലാം പഠിച്ചു. ഇനി നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ? ഇത് ഇമ്മീഡിയറ്റ് ആൻഡ് ബേസിക് മെഡിക്കൽ കെയർ ഗിവൺ ടു എ പേഴ്സൺ ഹു ഈസ് ഹർട്ട് ഈസ് കോൾഡ് ഫസ്റ്റ് എയ്ഡ്. അതായത് ഒരു മുറിവുണ്ടായ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ഒരാൾക്ക് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ആ മെഡിക്കൽ കെയർ, ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ കൊടുക്കുന്ന ആ മെഡിക്കൽ കെയറിനാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് someone gets hurt or wounded, he or she needs some immediate care before he or she can be taken to a doctor. So, first aid is the immediate and basic medical care given to a person who is hurt. അതായത് ഒരു ആൾക്ക് മുറിവുണ്ടായാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മളൊരു ആക്സിഡൻ്റ് ഉണ്ടായ ഒരാൾക്ക് കൊടുക്കുന്ന ആ ഒരു മെഡിക്കൽ കെയറിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് മസ്റ്റ് ബി കെപ്റ്റ് ready in all homes and schools. Do you know what a first aid box usually contains? അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ നമ്മുടെ വീട്ടിലും അതുപോലെ സ്കൂളിലും എല്ലാം സൂക്ഷിക്കണം. കാരണം എപ്പോഴാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം? The first aid box contains a roll of cotton, bandage, strips of band-aid, a pair of scissors, antiseptic lotion and ointment and some medicines that help in reducing pain. അതായത് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഒരു റോള് കോട്ടൺ വേണം, പിന്നെ ബാൻഡേജ് വേണം, സ്ട്രിപ്സ് ഓഫ് ബാൻഡേഡ് വേണം, പിന്നെ പെയർ ഓഫ് സിസേഴ്സ് വേണം, പിന്നെ എന്താണ് ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ, അതായത് ഡെറ്റോളോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണം, പിന്നെ എന്താ വേണ്ടത് ഓയിൽമെൻറ്റ് വേണം, ആൻഡ് സം മെഡിസിൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് പെയിൻ, അതായത് വേദന കുറയ്ക്കാനുള്ള എന്തെങ്കിലും മെഡിസിൻസും കാണണം. സോ എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ടെയ്ൻസ് എ റോൾ ഓഫ് കോട്ടൺ, bandage, strips of band-aid, a pair of scissors, antiseptic lotion and ointment and some medicines that help in reducing pain. Okay. So these are all today's topic. Let us recall once again the safety rules on the road. Okay, always walk on the footpath. നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് ആണ്, സേഫ്റ്റി റൂൾസ് ആണ്. ഓൾവേസ് വാക്ക് ഓൺ ഫുട്പാത്ത്. ഫുട്പാത്തിൽ കൂടിയേ നടക്കാവുള്ളൂ. ഫുട്പാത്ത് അല്ലെങ്കിൽ നമ്മൾ റോഡിന്റെ സൈഡ് ചേർത്ത് വേണം നടക്കാനായിട്ട്. പിന്നെ എന്താണ് ഹോൾഡ് ആൻഡ് എൽഡേഴ്സ് ഹാൻഡ്. അതായത് when you crossing the road you hold an elder's hand. മുതിർന്നവരാണെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ക്രോസ് ചെയ്യാൻ. നെക്സ്റ്റ് ഈസ് ഓൾവേസ് ക്രോസ് ദ റോഡ് അറ്റ് സീബ്ര ക്രോസിംഗ്. സീബ്ര ക്രോസിംഗിൽ വെച്ച് വേണം റോഡ് ക്രോസ് ചെയ്യാൻ. നെക്സ്റ്റ് ഈസ് ഡു നോട്ട് പുട്ട് യുവർ ഹെഡ് ഓർ ആംസ് ഔട്ട് ഓഫ് ദ വിൻഡോ ഓഫ് എ മൂവിംഗ് വെഹിക്കിൾ. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്ന് നിങ്ങളുടെ കയ്യും തലയും പുറത്തേക്ക് ഇടരുത്. ഓക്കെ, സോ യു സ്റ്റഡി വെൽ. We will meet in the next class. Thank you.